അമിതമായി കൊണ്ടുവരുന്ന കസിൻസ് ബന്ധങ്ങളും ബെസ്റ്റിയും ഇതെല്ലാം നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് മലീനസമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അമിതമായി കൊണ്ടിരിക്കുന്ന കസിൻസ് ബന്ധങ്ങളാണ്, ഫാമിലി ട്രെൻഡുകളാണ്, ബെസ്റ്റിയും പൂക്കിയുമെല്ലാം ഇന്ന് അരങ്ങ് തകർക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടേതല്ലായി മാറാൻ അതിവിദൂരമായ സമയമൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം, നിങ്ങൾ ഫത്ഹുൽ മുഈൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെ നിക്കാഹിന്റെ ബാബ് എടുത്ത് പരിശോധിച്ചാൽ കാണാം 10 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ മുറിയിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റിക്കിടത്തണം. സഹോദരന്മാരെ കുറിച്ചാണ് പറയുന്നത്. 10 വയസ്സ് പെൺകുട്ടിക്കായാൽ ഉപ്പയുടെ മുറിയിൽ നിന്ന് ആ പെൺകുട്ടിയെ മാറ്റിക്കിടത്തണം. 10 വയസ്സ് ആൺകുട്ടിക്കായാൽ ഉമ്മയുടെ മുറിയിൽ നിന്ന് ആ കുട്ടിയെ മാറ്റിക്കിടത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഒരിക്കലും അന്യമാക്കുക എന്നല്ല, നിയന്ത്രണങ്ങൾ വരണം. എല്ലായ്പ്പോഴും ക്ലോസ് റിലേഷൻ എന്നതിന്റെ അപ്പുറത്തേക്ക് നിയന്ത്രണങ്ങൾ വരണം. ആ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്നെല്ലാം ഹലാലായി പോയി, എല്ലാവരും കസിൻസുകളായി, ഒരുമിച്ചുള്ള കിടത്തങ്ങൾ, ഒരുമിച്ചുള്ള യാത്രകളെല്ലാമായി. പറയുന്ന സമയത്ത് തന്ത വൈബായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ കാലത്ത് അല്പം തന്ത വൈബൊക്കെ നല്ലതാണ്. നിയന്ത്രണങ്ങൾ കൊണ്ടുവരൽ നിർബന്ധമാണ്. നമ്മുടെ മക്കൾക്ക് മഹ്റം ആരാണ് എന്ന് നമുക്കറിയാം. ആ മഹ്റമുകൾ തമ്മിലാണ് യാത്ര ചെയ്യേണ്ടത്, ആ മഹ്റമുകൾ തമ്മിലാണ് സംസാരിക്കേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് ഇതെന്റെ ബെസ്സിയാണ്, ഇതെന്റെ പൂക്കിയാണ്, ഇതെന്റെ സിബ്ലിങ്സ് ആണ്, ഇതെന്റെ കസിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള